കല, നർമ്മം, സാംസ്കാരിക സംവാദം എന്നിവയുടെ ആഘോഷത്തിന്റെ ഭാഗമായി ജൂൺ 14 വെള്ളിയാഴ്ച അന്താരാഷ്ട്ര ഹാസ്യ നടീനടന്മാരും കോമിക് കലാകാരന്മാരുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങി വത്തിക്കാൻ. വത്തിക്കാന്റെ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനുമായുള്ള ഡിക്കാസ്ട്രിയും ആശയവിനിമയത്തിനായുള്ള ഡിക്കാസ്ട്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ 100-ലധികം ഹാസ്യ നടീനടന്മാരാണ് രാവിലെ 8:30 അപ്പസ്തോലിക അരമനയിൽ ഒത്തുചേരുക. ഹാസ്യത്തിന്റെ സാർവത്രിക ഭാഷയിലൂടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും അന്തരീക്ഷം വളർത്തിക്കൊണ്ട് കത്തോലിക്ക സഭയും ഹാസ്യ കലാകാരന്മാരും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് വത്തിക്കാൻ കാര്യാലയം അറിയിച്ചു. 101-ാം വയസ്സിലും പൗരോഹിത്യ വിശുദ്ധിയുടെ മാതൃകയായി മാറിയിരിക്കുകയാണ് കൊളംബിയയിൽ നിന്നുള്ള ഫാദർ എവലിയോ വലൻസിയ ഗാർസിയ. 101 വയസ്സുള്ള ഈ വൈദികന്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് കൊളംബിയയിലെ കത്തോലിക്ക സഭ. 1949 ജൂൺ 11 പൗരോഹിത്യം സ്വീകരിച്ച ഈ വൈദികൻ തന്റെ വിശുദ്ധമായ ജീവിത മാതൃകയിലൂടെ അനേകർക്ക് ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയായി മാറിയിരുന്നു. ആധുനിക കാലത്ത് മാതാപിതാക്കന്മാർ മക്കളെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകണമെന്ന് ഉത്ബോധിപ്പിച്ച് പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാരൂപത ഫാമിലി അപ്പസ്തോലേറ്റിന്റെ പ്രധാനപ്പെട്ട 3 കർമ്മ മേഖലകളായ മാതൃവേദി, പിതൃവേദി, പ്രോലൈഫ് സമിതികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാലനായി ഉണ്ണീശോയെ പരിശുദ്ധ അമ്മ പരിശീലിപ്പിച്ചതുപോലെ മക്കളെ പരിശീലിപ്പിക്കുവാൻ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അരുണാപുരം സെന്റ് തോമസ് പള്ളി പാരിഷ് ഹാളിൽ ഉച്ചകഴിഞ്ഞ് ചേർന്ന സമ്മേളനത്തിന് പാലാരൂപത മാതൃവേദി പ്രസിഡന്റ് ശ്രീമതി സിജി ലുക്സൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ഇടവകകളിൽ നിന്നുമായി 2500ഓളം മാതാപിതാക്കൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിനമായ ജൂൺ 7-ാം തീയതി തുർക്കിയിലെ ഇസ്മറിലെ സെന്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടു. തുർക്കിയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ആയ മോൺസിഞ്ഞോർ മാരേക് സോൺസിൽസ്കി ചടങ്ങിന് നേതൃത്വം നൽകി. രാജ്യത്തെ 4 കത്തോലിക്ക കമ്മ്യൂണിറ്റികളിലെ ബിഷപ്പുമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇസ്മീർ അതിരൂപതയുടെ ചാൻസലറായ ഫാദർ അലസാൻഡ്രോ ആംബ്രിനോയാണ് ഈശോയുടെ തിരുഹൃദയത്തിന് ദേവാലയം സമർപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് വച്ചത്. ഈജിപ്തിൽ ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത 2 പേർ അന്യായമായി തടങ്കലിൽ തുടരുന്നു. നൂർ ഗിർഗിസും അബ്ദുൽ ബാക്കി സായിദ് അബ്ദോയുമാണ് ഫേസ്ബുക്കിൽ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇട്ടതിന് വിചാരണ കാത്ത് 2 വർഷമായി തടങ്കലിൽ കഴിയുന്നത്. ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പേജുമായുള്ള അവരുടെ ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നുവെന്നാണ് അധികൃതരുടെ ഭാഷ്യം. അന്നു മുതൽ ഇരുവരെയും വിവിധ തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചു വരികയാണ്. നിരവധി തവണയാണ് ഇവരുടെ വിചാരണ മാറ്റിവെക്കുന്നത്.